Dear students, Animal Kingdomത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് സീലോം, സെഗ്മെൻറ്റേഷൻ ആൻഡ് നോട്ടോകോഡ്. നമ്മൾ ആദ്യം തന്നെ സിമെട്രിയെക്കുറിച്ചും ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഭാഗമാണ് സീലോം എന്ന് പറയും. എന്താണ് സീലോം എന്ന് നമുക്ക് നോക്കാം. സീലോം COELOM. സീലോം മീൻസ് ക്യാവിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ സീലോം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോഡി വോൾ ആൻഡ് ദ ഗട്ട് ഇസ് നോൺ ആസ് സീലോം. സീലോം എന്ന് പറഞ്ഞാൽ ബോഡി വോളിനും ഗട്ടിനും ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ 3 ജേം ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എക്ടോഡേം, ഏറ്റവും അകത്തെ ലെയറാണ് എൻഡോഡേം, നടുക്കുള്ള ലെയറാണ് മീസോഡേം അല്ലേ? അപ്പം ഇതാണ് എൻഡോഡേം, യെല്ലോ കളറിൽ കാണുന്നത്. ബ്ലൂ കളറിലെ എക്ടോഡേം, ഈ റോസ് കളറിൽ കാണുന്നത് മീസോഡേമിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ മീസോഡേമിൻ്റെ ഇടയിലായിട്ട് ദർ ഇസ് എ സ്പേസ്. കണ്ട, ഈ മീസോഡേമൽ ഏരിയയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും ജീവികളിൽ. ഇതുള്ള ജീവികളുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അപ്പം മീസോഡേമൽ ഭാഗത്തായിട്ട് ദർ ഇസ് എ ക്യാവിറ്റി. ആ ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ എൻഡോഡേമിൻ്റെയും എക്ടോഡേമിൻ്റെ ഇടയ്ക്ക് വരുന്ന മീസോഡേമൽ റീജിയനിലാണ് ദിസ് ക്യാവിറ്റി ഫോംസ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നേ, ഓരോ ജേം ലെയേഴ്സ്, അതായത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേമൽ ലെയേഴ്സിൽ നിന്ന് നമുക്ക് ഓരോ തരം അവയവങ്ങൾ ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വരും. ഇത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ജേം ലെയേഴ്സിൽ നിന്നും ഓരോ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്ത്, അങ്ങനെ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ എൻഡോഡേമൽ ലെയറിൽ നിന്നാണ് നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലിമെൻ്ററി കനാലിന് ചുറ്റുമായിട്ട്, അതായത് ഇത് ബോഡി വോളായിട്ടും ഇത് അലിമെൻ്ററി കനാലായിട്ടും മാറും. അപ്പോൾ അവിടെ ബോഡി വോളിനും അലിമെൻ്ററി കനാലിനും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. മീസോഡേം ആണ് ഇതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അതാണ് സീലോം. അപ്പോൾ സീലോം എന്താണെന്ന് മാത്രം പഠിക്കുക. ദ ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോഡി വോൾ ആൻഡ് ഗട്ട്. ഗട്ട് മീൻസ് അലിമെൻ്ററി കനാൽ, അന്നനാളം. അതിനെയാണ് ഗട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈസ് നോൺ ആസ് സീലോം. അപ്പോൾ സീലോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോഡി വോൾ ആൻഡ് ഗട്ട്, അലിമെൻ്ററി കനാൽ. ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. ഇനി സീലോം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഒരു ആനിമലിൻ്റെ ബോഡി കട്ട് ചെയ്ത് വെച്ചാൽ ഇതാണ് അവരുടെ ബോഡി വോൾ. ഔട്ടർ ലെയറാണ് നമ്മൾ എക്ടോഡേം എന്ന് പറയുന്ന ലെയറിൽ നിന്നാണ് ഈ ഭാഗം. ഇതിനുള്ളിലാണ് മസ്കുലാർ ഭാഗമാണ് നമ്മൾ പറഞ്ഞ മീസോഡേമൽ റീജിയൻ. ഇതാണ് ഏറ്റവും അകത്തെ ലെയർ. അകത്തെ ലെയർ എന്ന് പറയുന്നതാണ് ഏറ്റവും അകത്തെ ലെയർ. നമ്മൾ എൻഡോഡേം പറഞ്ഞു അല്ലേ? എൻഡോഡേമിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? അലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് ഡെവലപ്പ്. അപ്പോൾ ഔട്ടർ ബോഡി വോളിനും അലിമെൻ്ററി കനാലിനും ഇടയ്ക്കുള്ള ഈ ക്യാവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലോം എന്ന് പറയും. അതെല്ലാ ജീവികൾക്കും കാണണം എന്നില്ല. ചില ജീവികൾക്കുണ്ട്, ചില ജീവികൾക്ക് ഇല്ല. അതിൻ്റെ ബേസിസിൽ, സീലോമിൻ്റെ ബേസിസിലാണ് നമ്മൾ ആനിമൽസിനെ 3 ഡിവൈഡ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് സീലോം ആനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡിവൈഡ് ചെയ്യും. ദേ ആർ സീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് എസീലോമേറ്റ്സ്. എന്തൊക്കെയാണ്? സീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് എസീലോമേറ്റ്. അങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സീലോം ഉള്ളവരെന്നാണ് അർത്ഥം.
ആനിമൽസ് പൊസസിങ് സീലോം ആർ കോൾഡ് സീലോമേറ്റ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു മീസോഡേമൽ ലെയറിൻ്റെ ആ ഭാഗത്ത് ഒരു ക്യാവിറ്റി രൂപപ്പെടും. ആ ക്യാവിറ്റിയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുള്ള ജീവികളെയാണ്. അപ്പോൾ ഇവിടെ ക്യാവിറ്റി നമുക്ക് വ്യക്തമായിട്ട് കാണാം, അല്ലേ? മീസോഡേമൽ ലെയറിൽ ആണ് ഇത് രൂപപ്പെടുന്നത്. ആ ഭാഗത്തിനെ സീലോം എന്ന് പറയും. ഈ സീലോം ഉള്ള ജീവികളെ നമ്മൾ സീലോമേറ്റ്സ് എന്ന് പറയും. ഇത് ധാരാളം ജീവികളിൽ ഈ സീലോം ഉള്ളവരാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള ജീവികളിൽ എല്ലാവരും തന്നെ സീലോമേറ്റ്സ് ആണ്. പല ഫൈലംസിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, ഞാനൊന്ന് വായിക്കാം. അനലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്സ്, എക്കിനോഡേംസ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. ഈ വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ ജീവികളിലും എന്തുണ്ട്? സീലോമുണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മൾ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ പടം ഓർത്തിരുന്നോണം. അടുത്താണ് സ്യൂഡോസീലോമേറ്റ്സ്. അതായത് ചില ജീവികൾ, ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം. ഇൻസ്റ്റെഡ് ദ മീസോഡേം ഈസ് പ്രസൻറ്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് in between the ectoderm and endoderm. In some animals, the body cavity is not lined by mesoderm. Instead, the mesoderm is present as scattered pouches in between the ectoderm and endoderm. അപ്പം ചില ജീവികളിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം? ബോഡി ക്യാവിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ക്യാവിറ്റി എവിടെയാണ് വരുന്നത്? മീസോഡേമൽ ഭാഗത്താണ് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ മീസോഡേം എന്ന് പറയുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടല്ല കാണുന്നത്. അവരെങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഫോംസ് എസ് പൗച്ചസ്. ഇങ്ങനെ മീസോഡേമിൻ്റെ ഭാഗം ഇങ്ങനെ ചെറിയ ചെറിയ അറകളായിട്ട് ഫോം ചെയ്യും. ഈ അറകൾക്കുള്ളിലാണ് സീലോം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു മീസോഡേമൽ ലെയർ, ഇത് മീസോഡേമൽ ലെയർ, ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ക്യാവിറ്റിയാണ് നമ്മൾ സ്യൂഡോസീലോം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സീലോം അല്ല, ഇതേപോലെ ഫുള്ളായിട്ട് സീലോം ഇല്ല. അവിടെ ഇവിടെ പൗച്ചസ് ആയിട്ട് മാത്രമാണ് സീലോം കാണപ്പെടുന്നത്. അങ്ങനെയുള്ള സീലോമിനെയാണ് നമ്മൾ സ്യൂഡോസീലോം എന്ന് പറയുകയും ആ തരം ജീവികളെ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നർത്ഥം, അല്ലേ? സ്യൂഡോപോഡിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? കപടപാദങ്ങൾ. അതുപോലെ കപടമായിട്ടുള്ള സീലോം ഉള്ളവരെയാണ്, ഫാൾസ് ആയിട്ടുള്ള സീലോം ഉള്ളവരെയാണ് നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇൻ സം ആനിമൽ ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം, മീസോഡേമിലല്ല. ഇൻസ്റ്റെഡ് ദ മീസോഡേം ഈസ് പ്രസൻറ്റഡ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. അപ്പോൾ മീസോഡേം എങ്ങനെ കാണുന്നത്? ചെറിയ ചെറിയ പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. ആ പൗച്ചിനുള്ളിലായിട്ടാണ് സീലോം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീലോമുകളെയാണ് നമ്മൾ സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ഈ തരം സീലോം കാണപ്പെടുന്ന ജീവികൾ എന്ന് പറയുന്നത് ആഷ് ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം. ആഷ് ഹെൽമിന്തസിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ റൗണ്ട് വേംസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ആ റൗണ്ട് വേംസിൻ്റെ ഒരു ഫൈലമാണ് ആഷ് ഹെൽമിന്തസ്. സച്ച് എ ബോഡി ക്യാവിറ്റി ഈസ് കോൾഡ് സ്യൂഡോസീലോം ആൻഡ് ദ ആനിമൽ പൊസസിങ് ദം ആർ കോൾഡ് ആസ് സ്യൂഡോസീലോമേറ്റ്. അപ്പോൾ സ്യൂഡോസീലോമേറ്റിൻ്റെ പടം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെ പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. മീസോഡേം ഇങ്ങനെ ചെറിയ ചെറിയ പൗച്ചസ് കാണും, അതിൻ്റെ ഉള്ളിലായിട്ടാണ് സീലോം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സീലോമുകളെയാണ് നമ്മൾ സ്യൂഡോസീലോം എന്നും അത്തരം ജീവികളെ നമ്മൾ സ്യൂഡോസീലോമേറ്റ് എന്നും വിളിക്കുന്നത്. അടുത്ത് സീലോമേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം. അവിടെ നമുക്ക് സീലോം ഇല്ലാത്തവരെയാണ് അങ്ങനെ പറയുന്നത്, അല്ലേ? സീലോമേറ്റ്സ് എന്നാണ് പറയുന്നത്. ദ ആനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ് ആർ കോൾഡ് സീലോമേറ്റ് ആനിമൽസ്. കണ്ടോ, ഇവിടെ നമുക്ക് ക്യാവിറ്റി കാണാനില്ല. ഇതാണ് എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേമൽ ലെയർ, അല്ലേ? ഇവിടെയാണ് ഗട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ബോഡി വോൾ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഇടയ്ക്കായിട്ട് എന്തില്ല? ക്യാവിറ്റി ഇല്ല. ആ തരം ജീവികളെയാണ് നമ്മൾ സീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്ന പ്ലാറ്റി ഹെൽമിന്തസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് വേംസ്, നാടവിര പോലുള്ള ജീവികൾ അല്ലെങ്കിൽ പ്ലനേറിയ പോലുള്ള ജീവികൾ, അവരിലൊക്കെയാണ് എന്ത് കാണുന്നത്? സീലോമേറ്റ് ആയിട്ടുള്ള, അതായത് സീലോം ഇല്ലാത്തവർ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അവിടെ നമുക്ക് 3 തരം സീലോംസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ 3 ഡയഗ്രവും നേരത്തെ ഞാൻ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ പറഞ്ഞ പോലെ തന്നെ ഈ പടങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് അതിന് ഉദാഹരണങ്ങൾ കൂടി പഠിച്ചു വെച്ചേക്കാം. സീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സീലോം, അല്ലേ?
സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കപടമായിട്ടുള്ള സീലോം ഉള്ളവരെയാണ് സ്യൂഡോസീലോമേറ്റ്സ്. പിന്നെ ഇവിടെ എസീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ സീലോം ഇല്ലാത്തവർ. അപ്പോൾ ഓരോന്നിനും ജീവികൾക്ക് നമ്മൾ ഉദാഹരണങ്ങളായി പറയുന്നുണ്ട്. നമ്മൾ അനിലിഡ, ആർത്രോപോഡ പോലുള്ള ജീവികളിലെല്ലാം, മനുഷ്യരുൾപ്പെടെയുള്ള കോഡേറ്റ്സ് വരെ ഉള്ള ജീവികളിലെല്ലാം ഇത് കാണും, സീലോം ഉള്ളവരാണ്. ഇനി കപട സീലോം കാണപ്പെടുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ ആഷെൽമിന്തസ് എന്ന് പറയുന്ന റൗണ്ട് വേംസിലാണ് കാണുന്നത്. എസീലോമേറ്റ്സ് സാധാരണ കാണുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫ്ലാറ്റ് വേംസിലാണ്. അപ്പോൾ ഈ 3 ഡയഗ്രവും വരയ്ക്കുക, അവയുടെ പേര് എഴുതുക, അതിൽ വരുന്ന ജീവജാലങ്ങളുടെ 1-2 എക്സാമ്പിൾസും കൂടെ നമ്മൾ എഴുതി വെക്കുക ബുക്കിൽ, നോട്ട്ബുക്കിൽ. നെക്സ്റ്റ്, അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് സെഗ്മെൻറ്റേഷൻ? സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില ജീവികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ പാറ്റ അല്ലെങ്കിൽ അട്ട അല്ലെങ്കിൽ പഴുതാര പോലുള്ള ജീവികളിൽ, അതുപോലെ എർത്തുവം, ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇതുപോലെ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് അവരുടെ ബോഡി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് കാണാം, അല്ലേ? സെഗ്മെൻറ്റുകളായിട്ട് കാണാം. അങ്ങനെയുള്ള സെഗ്മെൻറ്റേഷൻ്റെയാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് ആക്കുന്നതിനെയാണ്, ലീനിയർ സെഗ്മെൻറ്റ്സിനെ ആക്കുന്നതിനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെഗ്മെൻറ്റേഷൻ? In some animals, the body is externally and internally divided into segments. അകത്തും ഈ പാർട്ടീഷൻ കാണും, പുറമേ കാണും. With a series of repetition at least some organs. This pattern is called metameric segmentation and the phenomenon is known as metamerism. അപ്പോൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില ജീവികളിൽ the body is externally and internally divided into segments. അകത്തും പുറമേ നമുക്ക് ഉള്ളിലോട്ട് ഈ പാർട്ടീഷൻ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞു. അപ്പം അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഓരോ സെഗ്മെൻറ്റിൻ്റെ അകത്തും ചില അവയവങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അവയവം ഉണ്ടെങ്കിൽ ആ സെയിം അവയവം ഇതിൻ്റെ അകത്തും കാണും, ഇതിൻ്റെ അകത്തും കാണും. എല്ലാ അവയവവും ഇല്ല, ചില അവയവങ്ങൾ. നെഫ്രീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും. ഈ തരം ജീവികളിലൊക്കെയുള്ള, അതായത് എർത്തുവമിലൊക്കെയുള്ള ഒരു പിന്നെ എക്സ്ക്രിറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. അപ്പോൾ അവരുടെ ഓരോ സെഗ്മെൻറ്റിലും ഈ നെഫ്രീഡിയ നമുക്ക് ഓരോ സെഗ്മെൻറ്റിലും കാണാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞ് വിത്ത് സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്, ചില ഓർഗൻസ് ഇവിടെ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. ഓരോ സെഗ്മെൻറ്റിനും ഓരോ അവയവങ്ങളായിട്ട് ഫോം ചെയ്തേക്കുന്ന കാണാം. ദിസ് പാറ്റേൺ ഈസ് കോൾഡ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് മെറ്റാമെറിസം. ഇത് കാണപ്പെടുന്ന ജീവികളാണ് എർത്തുവം, സെൻറ്റിപീഡ് പോലുള്ള ജീവികളിലൊക്കെയാണ് സെഗ്മെൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു ബേസിസാണ് നോട്ടോകോഡ് എന്ന് പറയും. നോട്ടോകോഡ് എന്ന് പറയുന്നത് ഈസ് എ മീസോഡെർമലി derived rod-like structure formed on the dorsal side during embryonic development in some animals. ഇത് ചില ജീവികളുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. എംബ്രിയോണിക് എന്ന് പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന ഒരു ഡെവലപ്പിംഗ് എംബ്രിയോയുടെ ഒരു പടമാണ്. ആ എംബ്രിയോയിൽ ഉള്ള ഒരു സ്ട്രക്ചറാണ് ദണ്ട് ഈ കാണുന്ന നോട്ടോകോഡ് എന്ന് കാണുന്ന ഈ സ്ട്രക്ചർ. ഇറ്റ്സ് എ റോഡ് ഷേപ്പ് അല്ലെ റോഡ് ലൈക്ക് സ്ട്രക്ചർ. റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ഡാകൃതിയിൽ ഒരു പിന്നെ ഫ്ലെക്സിബിളായിട്ടും ദണ്ഡാകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോഡ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, റോൾ തടി പോലെ ഇരിക്കുന്ന രീതിയിലിരിക്കുന്ന സ്ട്രക്ചർ, അതാണ് റോഡ് ഷേപ്പ് എന്ന് പറയുന്നത്. റോഡ് ലൈക്ക് സ്ട്രക്ചർ എവിടെ നിന്നുണ്ടാവുന്നതാണ്? മീസോഡെർമലി ഡിറൈവ്ഡ്, മീസോഡെർമിൽ നിന്നുണ്ടായ ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദ ഡോഴ്സൽ സൈഡ്. ഡോഴ്സൽ സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? ഒരു ജീവിയുടെ ഡോഴ്സൽ സൈഡ് മുകൾ ഭാഗവും ഇത് വെൻട്രൽ സൈഡ് എന്ന് പറയും. ഒരു ജീവിയുടെ പുറം ഭാഗത്തിനെ ഡോഴ്സൽ എന്നും ഇതിനെ വെൻട്രൽ എന്നും പറയും. അപ്പോൾ ഈ ഡോഴ്സൽ ഭാഗത്തോട് കടന്നു പോകുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ്, മീസോഡെർമിൽ നിന്നുണ്ടായെന്നാണ് ഇനി. മീസോഡെർമലി ഡിറൈവ്ഡ് rod-like structure formed on the dorsal side during embryonic development in some animals. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് എംബ്രിയോ വളരുന്ന സമയത്ത് ഡോഴ്സൽ സൈഡിൽ കാണുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നോട്ടോകോഡ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ സീൻ ഓൺ ദി ഡോഴ്സൽ സൈഡ് ഓഫ് ആൻ എംബ്രിയോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ നോട്ടോകോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിൽ
ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിൽ ജീവികളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. നോട്ടോകോഡ് ഉള്ളവരെന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെന്നും നമ്മൾ പറയാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നോട്ടോകോഡ് ഉള്ളവരെയാണ് നമ്മൾ കോർഡേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ആനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോർഡേറ്റ്സ്. നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഇതെല്ലാമാണ് കോർഡേറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫൈലം പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് അല്ലേ. മാമൽസ് വരുന്നതാണ് വെയിലും മങ്കീസും ഒക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ഇവരെല്ലാം കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഓർത്തിരിക്കുക, കോർഡേറ്റ്സിൽ നോട്ടോകോഡുകൾ ഉണ്ട്. അപ്പോൾ അവരാണ് നോട്ടോകോഡ് ഉള്ളവരാണ് കോർഡേറ്റ്. നോട്ടോകോഡ് ഇല്ലാത്തവരെയാണ് നമ്മൾ നോൺ കോഡേറ്റ്സ് എന്ന് പറയും. നോൺ കോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഈസ് ആബ്സെൻറ്റ്. ആനിമൽസ് വിച്ച് ഡു നോട്ട് ഫോം നോട്ടോകോഡ് ആർ കോൾഡ് നോൺ കോഡേറ്റ്സ്. നോട്ടോകോഡ് ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്നു. ഈ കോഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫൈലങ്ങളും, നമ്മൾ ഒത്തിരി ഫൈലങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ആ ഫൈലങ്ങളെല്ലാം തന്നെ ഏതിൽ വിഭാഗത്തിൽ വരുന്നതാണ്? നോൺ കോഡേറ്റ്സ് എന്ന് പറയും. അതായത് പോറിഫെറ ടു എക്കിനോഡെർമേറ്റ എന്ന് പറയും. ഒത്തിരി ജീവികളുണ്ട്, ഇതിനെല്ലാം നമ്മൾ പഠിക്കും. ഇത് ഓരോ ഫൈലമായിട്ട് നമ്മൾ ഇവരെല്ലാം കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പേരുകൾ, ഫൈലത്തിൻ്റെ പേരുകൾ നമ്മൾ ഫെമിലിയർ ആകും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും. ആദ്യം ഇപ്പോൾ ഇച്ചിരി വിഷമം കാണും പഠിക്കാൻ, എന്നാലും നമ്മൾ അടുത്ത സെഷൻ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫൈലത്തിൻ്റെ എല്ലാം പേര് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അടുത്ത് ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓരോ ഫൈലം എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. താണതരം ജീവികളിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഫൈലങ്ങളുടെ എല്ലാം പേരുകൾ ഞാൻ വായിക്കാം. ഫൈലം പോറിഫെറ എന്ന് പറയും. രണ്ടാമതാണ് സീലൻഡ്രേറ്റ. സീലൻഡ്രേറ്റ്സിനെ വേറൊരു പേരിലൂടെ അറിയപ്പെടും, നിഡേറിയ എന്ന് പറയും. അടുത്ത് ടീനോഫോറ. ഇത് നമ്മൾ വായിക്കുമ്പോൾ സി അവിടെ സൈലൻ്റ് ആണ്. ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. അപ്പോൾ ഇത് 11 ഫൈലംസ് ആണുള്ളത്. ഒന്നുകൂടെ വായിക്കാം. പോറിഫെറ, സീലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോർഡേറ്റ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ബുക്കിൽ ഈ അതേ ഓർഡറിൽ ഈ ഫൈലങ്ങളുടെ പേരുകൾ പോറിഫെറ തൊട്ട് കോഡേറ്റ വരെ നമ്പർ ഇട്ട് ഫൈലം പോറിഫെറ, ഫൈലം സിലൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം ആഷെൽമിന്തസ്, ഫൈലം അനിലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ആ രീതിയിൽ ഇത് ഓർഡറിൽ എഴുതി അതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അതിന് ഓരോന്നായിട്ടും ഓരോ ഫൈലമായിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോ ഫൈലമായിട്ട് ഈ എല്ലാ ഫൈലത്തിലെ ക്യാരക്ടേഴ്സും ജീവികളുടെ ക്യാരക്ടേഴ്സും അതിൻ്റെ അകത്ത് വരുന്ന ജീവികളുടെ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കും. അപ്പോൾ അതോടുകൂടിയാണ് ഈ ചാപ്റ്റർ തീരുന്നത്. അപ്പോൾ ഓരോ ഫൈലമായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ഓരോ ഫൈലമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോകും. അതിനു മുമ്പ് ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ബേസിക് ക്ലാസിഫിക്കേഷൻസും ആനിമൽ കിങ്ഡം, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുലാർ ലെവലും ഉണ്ട്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഉണ്ട്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നതാണ് പോറിഫേഴ്സ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്നതാണ് സീലൻഡ്രേറ്റയും ടീനോഫോറയും. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്നതാണ് പ്ലാറ്റിഹെൽമിന്തസും ആഷെൽമിന്തസും. ഓർഗൻ സിസ്റ്റംസിൽ വരുന്നതാണ് ഈ ബാക്കിയുള്ള എല്ലാ ഫൈലും. അനിലിഡ തൊട്ട് ഇങ്ങോട്ടുള്ള ജീവികളിലും സിസ്റ്റംസ് നമുക്ക് കാണാം. ഓരോ സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ എല്ലാ സിസ്റ്റംസും കാണപ്പെടുന്ന ജീവികൾ. അതുപോലെ സിമെട്രി പറഞ്ഞപ്പോൾ സിമെട്രിയിൽ നമ്മൾ പഠിച്ചതാണ് എസിമെട്രിയാണ് ഇവിടെ അല്ലേ. സിമെട്രി ഇല്ലാത്തവരാണ് പോറിഫെറ എന്ന് പറയുന്നത്. പിന്നെ റേഡിയൽ സിമെട്രി കാണിക്കുന്ന ആൾക്കാരാണ് സീലൻഡ്രേറ്റ്സും ടീനോഫോറയും അല്ലേ. ഒരാളും കൂടി ഉണ്ട്, എക്കിനോഡെർമേറ്റ കൂടെ ഉണ്ട്. അത് നമുക്കൊരു എക്സെപ്ഷണൽ കേസാണ്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സീലൻഡ്രേറ്റയിലാണ് റേഡിയൽ സിമെട്രി.
ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണ്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് താഴോട്ടുള്ള എല്ലാ ഫൈലവും ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണ്. അതുപോലെ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോമിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് സീലോം ഇല്ലാത്തവരാണ് ഇവരെല്ലാം, അല്ലേ? വിത്തൗട്ട് സീലോം കണ്ടോ ഇവിടെ വരെ, അതായത് പോറിഫെറ, സിലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ് വരെ അവർക്ക് സീലോം ഇല്ലാത്തവരാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് ഫാൾസ് സീലോം അല്ലെങ്കിൽ സ്യൂഡോ സീലോമേറ്റ്സ് വരുന്നതാണ് ആഷ്ഹെൽമിന്തസ്. പിന്നെ വരുന്ന എല്ലാ ഫൈലങ്ങളും എന്താണ്? ട്രൂ ആയിട്ട് സീലോം ഉള്ളവരാണ്, ശരിക്കുള്ള സീലോം ഉള്ളവരാണ് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, അതായത് ഫൈലം എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇതൊന്നുകൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഫൈലങ്ങളെല്ലാം ഓർഡറിൽ, ഇതേ ഓർഡറിൽ തന്നെ ബുക്കിൽ എഴുതി വെക്കുക, അത് പഠിക്കുകയും കൂടെ വേണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനും ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ്റെ പടം, അതുപോലെ തന്നെ സീലോം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീലോം, സീലോമേറ്റ്സ്, സീഡോസീലോമേറ്റ്സ്, സീലോമേറ്റ്സ്, അങ്ങനെ 3 എണ്ണം എഴുതുക. പിന്നെ ഈ ഫൈലോ എഴുതി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക.